നമസ്കാരം. ഇറാന്റെ നാശം കാണാൻ ട്രംപ് അണിയറ ഒരുക്കം നടത്തിയിട്ട് നാളുകൾ ഏറെയായിരിക്കുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധവും. ഇറാനിലെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയെ വധിച്ച ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി, ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്നീ ഇരട്ട സൈനിക നീക്കങ്ങൾക്ക് പിന്നിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജനീവയിൽ ആണവ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ തന്നെ വാഷിംഗ്ടണിലെയും ടെൽ അവീവിലെയും സൈനിക ആസൂത്രകർ ഈ ആക്രമണത്തിനുള്ള അന്തിമ രൂപം തയ്യാറാക്കിയിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ സൈനിക നീക്കത്തിന് തുടക്കം കുറിച്ചത്. ഇറാനിൽ ഭരണകൂട വിരുദ്ധമായ പ്രതിഷേധങ്ങൾ ശക്തമായതോടെ ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ കുറച്ചു വേഗത്തിലാക്കി. പ്രതിഷേധക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച ട്രംപ് ഇറാനിലെ സർക്കാർ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ ആഹ്വാനം ചെയ്യുകയും പശ്ചിമേഷ്യയിലെ വലിയ സൈനിക വിന്യാസത്തിന് ഉത്തരവിടുകയും ചെയ്തു. ഇസ്രയേലിലെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് മേധാവി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പല തവണ അമേരിക്ക സന്ദർശിച്ച് ആക്രമണത്തിനായുള്ള ഏകോപനം നടത്തി. ഇതിനിടെ ജനീവയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ ചർച്ചകൾ തുടങ്ങി. സംഘർഷങ്ങൾ ലഘൂകരിക്കപ്പെടുമെന്ന് ഇറാൻ കരുതി. ഒന്നുകിൽ ചർച്ചയിലൂടെ ഇറാനെ ആണവ പദ്ധതികളിൽ നിന്നും മിസൈൽ വികസനത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക, അല്ലെങ്കിൽ ഇറാനിലെ ഭരണകൂടത്തെ തന്നെ അട്ടിമറിക്കുക എന്നതായിരുന്നു ഇസ്രയേലും US തയ്യാറാക്കിയ പദ്ധതി. ഒരു വശത്ത് ജനീവയിൽ വെച്ച് ചർച്ചകൾ നടത്തുമ്പോൾ സൈനിക നീക്കത്തിനായുള്ള തയ്യാറെടുപ്പുകൾ രഹസ്യമായി തുടർന്നു. ചർച്ചകൾ പരാജയപ്പെടുമെന്ന് ഇസ്രയേലിനും US നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതിനാലാണ് ഇറാന് അംഗീകരിക്കാൻ കഴിയാത്ത നിബന്ധനകൾ US മുന്നോട്ട് വെച്ചത്. എന്നാൽ ഖമേനി ഭയന്ന് ഒളി സങ്കേതങ്ങളിലേക്ക് മാറാതിരിക്കാൻ നയതന്ത്ര ചർച്ചകൾ സജീവമാണ് എന്ന് ഇറാനെ വിശ്വസിപ്പിക്കുകയായിരുന്നു അമേരിക്കയുടെ തന്ത്രം. എന്നാൽ ആ ചർച്ചകളിൽ പുരോഗതിയില്ലെങ്കിൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ചർച്ചകൾ പരാജയപ്പെട്ടാൽ മാത്രമേ നടപടി ഉണ്ടാകൂ എന്നായിരുന്നു ഇറാൻ കരുതിയിരുന്നത്. അതിനാൽ പരമാവധി ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോകാനാണ് ഇറാൻ ശ്രമിച്ചത്. ക്രിയാത്മകമായ ചർച്ചകളാണ് നടക്കുന്നതെന്ന് ഇറാൻ കരുതുകയും ചെയ്തു. ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ വെറും സമയം വൈകിപ്പിക്കാനുള്ള തന്ത്രമാണെന്ന് അമേരിക്കൻ പ്രതിനിധികൾ വിലയിരുത്തി. പ്രധാനമായും 3 മേഖലകളിലാണ് ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നത്. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവ ഇന്ധനം നൽകാമെന്ന് അമേരിക്ക പറഞ്ഞു എങ്കിലും സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കാൻ ഇറാൻ തയ്യാറായില്ല. മിസൈൽ നിർമ്മാണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും ഇറാൻ വിസമ്മതിച്ചു. പശ്ചിമ ഏഷ്യയിലെ വിവിധ സായുധ ഗ്രൂപ്പുകൾക്ക് നൽകുന്ന സഹായം അവസാനിപ്പിക്കുവാനും ഇറാൻ തയ്യാറായില്ല. ഇതെല്ലാം ഇറാന്റെ ഉറച്ച നിലപാടുകളായിരുന്നു. ഈ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്താൽ ഭാവിയിൽ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടാമെന്ന് ഇറാൻ ഭയന്നു. US മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശങ്ങൾ ഇറാൻ അവഗണിച്ചതോടെ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി നടപ്പിലാക്കാൻ USഉം ഇസ്രയേലും തീരുമാനമെടുത്തു. ഖമേനി തന്റെ ഉന്നത സഹായികളുമായി യോഗം ചേരുന്ന സമയം നോക്കിയാണ് ആക്രമണത്തിന് തീയതി നിശ്ചയിച്ചത്. ഒറ്റയടിക്ക് ഇറാനിലെ പ്രധാന നേതാക്കളെ ഇല്ലാതാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ശനിയാഴ്ച വൈകിട്ട് ടെഹ്റാനിൽ വെച്ച് വിവിധ ഉദ്യോഗസ്ഥരുമായി ഖമേനി കൂടിക്കാഴ്ച നടത്തുന്നു എന്ന വിവരം നേരത്തെ ഇസ്രായേലിന് ലഭിച്ചിരുന്നു. ആ സമയത്താണ് ആദ്യം ആക്രമണത്തിനായി തിരഞ്ഞെടുത്തത്. എന്നാൽ ശനിയാഴ്ച രാവിലെ നിർണായകമായ ഒരു കൂടിക്കാഴ്ച പ്രധാനപ്പെട്ട നേതൃനിരയിലുള്ളവരുമായി ഖമേനി നടത്തുമെന്ന വിവരം ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന് ചോർന്നു കിട്ടിയതോടെ ആക്രമണം രാവിലെ നടത്താൻ തീരുമാനമായി. തുടർന്ന് പ്രാദേശിക സമയം രാവിലെ 10:30 ആക്രമണം നടത്താൻ നിശ്ചയിച്ചു. ഖമേനിയുടെ ഓഫീസ് തുറന്ന് എല്ലാവരും എത്തുന്നതുവരെ കണക്കാക്കിയാണ് പകൽ സമയം നിശ്ചയിച്ചത്. എന്നാൽ ടെഹ്റാനിൽ എവിടെയാണ് ഈ കൂടിക്കാഴ്ച എന്ന് ഇസ്രയേലിനോ USനോ വ്യക്തമായ വിവരം ലഭിച്ചിരുന്നില്ല. ഖമേനിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൽ എവിടെയോ ആണ് എന്ന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അതിനാൽ ഖമേനി രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഒഴിവാക്കാനായി അദ്ദേഹത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടവും പരിസരവും ഒന്നടങ്കം ബോംബിട്ട് തകർത്തു. ശനിയാഴ്ച രാവിലെ ഖമേനി ഉന്നത ഉദ്യോഗസ്ഥരുമായി യോഗം ചേരുന്നതിനിടെ
ഇറാനിലെ 30ഓളം കേന്ദ്രങ്ങളിൽ ഒരേ സമയം സ്ഫോടനങ്ങൾ നടന്നു. ഈ സൈനിക നീക്കത്തിലൂടെ ഖമേനി ഉൾപ്പെടെ 48 ഇറാനിയൻ നേതാക്കൾ കൊല്ലപ്പെട്ടു. ട്രംപിന്റെ ഈ വിജയത്തെക്കുറിച്ച് പിന്നീട് പ്രസ്താവന നടത്തുകയും ചെയ്തു. എന്തായാലും ട്രംപ് പണിത പണി അല്ലെങ്കിൽ പദ്ധതിയാണ് ഇപ്പോൾ ഇറാനിൽ നടപ്പിലായത്. ഇറാന്റെ നേതാവിനെ വകവരുത്തുകയും ചെയ്തത്.